ഒരു മഞ്ഞു മൂടിയ ഗ്രാമം. കൊടുമുടികളുടെ ഇടയിൽ ഒരു വളരെ ചെറിയൊരു ആശ്രമത്തിൽ ഒരു ഗുരുവും ശിഷ്യനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ആ ഗുരു സന്ധ്യാസമയത്ത് അസ്തമയ സൂര്യനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഗുരുവിന്റെ അരികിലേക്ക് ശിഷ്യൻ കടന്നു വന്നു. ഗുരുവിനോടൊരു സംശയം ചോദിച്ചു. ഗുരുവേ, എന്താണ് സനാതന ധർമ്മം? അത് ഒരു മതമാണോ അതോ മറ്റെന്തെങ്കിലുമാണോ? അസ്തമയ സൂര്യനെ നോക്കിക്കൊണ്ട് ഗുരു ചിരിച്ചു. അദ്ദേഹം ശിഷ്യനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഒരു വലിയ നദിക്കരയിലേക്ക് നടന്നു. നദി ശാന്തമായി ഒഴുകുകയായിരുന്നു. ഗുരു ചോദിച്ചു, ഈ നദി ആരുടേതാണ് പുത്ര? ശിഷ്യൻ അന്താളിപ്പോടെ പറഞ്ഞു, അല്ല, അത് ആരുടെയുമല്ല, അതെല്ലാവർക്കും ഉള്ളതാണ്. ഗുരു വീണ്ടും പറഞ്ഞു. അല്ലേ, അതെല്ലാവർക്കും ഉള്ളതാണല്ലേ? ഗുരു ചോദിച്ചു. ശിഷ്യൻ മന്ദമായി തലയാട്ടി. ഈ നദിയിലെ വെള്ളം കുടിക്കുന്നത് ഒരാൾ മാത്രമാണോ? അപ്പോഴും ശിഷ്യൻ തലയാട്ടി. അല്ല ഗുരുദേവ എന്നുള്ള അർത്ഥത്തിൽ ശിഷ്യൻ തലയാട്ടി. ഇവിടെ ഈ നദിയിലെ വെള്ളം ഒരുപോലെ എല്ലാവരും ഉപയോഗിക്കുന്നു. അവിടെ പാപിയെന്നോ സന്യാസിയെന്നോ താഴ്ന്നവനെന്നോ വലിയവനെന്നോ ഒന്നുമില്ല പുത്ര. ഇവിടെ എല്ലാവരും തുല്യരാണ് അല്ലേ? ഗുരു മന്ദഹസിച്ചുകൊണ്ട് ചോദിച്ചു. അതാണ് സനാതന ധർമ്മത്തിന്റെ ആദ്യ രഹസ്യം. സൂര്യനെ പോലെ, കാറ്റിനെ പോലെ, നദിയെ പോലെ എല്ലാവരും ഒരുപോലെ അനുഭവിക്കുന്ന ജീവിതശക്തി. ശിഷ്യൻ അപ്പോൾ ആലോചനയിൽ മുഴുകി. അപ്പോൾ ഗുരു വീണ്ടും തുടർന്നു. സനാതനം എന്നാൽ ആരംഭമില്ലാത്തത്, അവസാനമില്ലാത്തത്. ധർമ്മം എന്നാൽ മനുഷ്യനെ സത്യത്തിലേക്ക് നയിക്കുന്ന സ്വഭാവമാണ്. അദ്ദേഹം ഒരു വൃക്ഷത്തെ ചൂണ്ടിക്കാട്ടി. ആ വൃക്ഷം നോക്കൂ പുത്ര, അതിന്റെ തണലിൽ വിശ്രമിക്കുന്നവൻ ആരാണെന്ന് പോലും അത് ചോദിക്കാറില്ല. ആ വൃക്ഷത്തെ കല്ലെറിയുന്നവന് പോലും അത് പഴം നൽകും, അതിന്റെ ഫലം നൽകും. അതാണ് ധർമ്മം. അപ്പോൾ ശിഷ്യൻ ചോദിച്ചു, അപ്പോൾ സനാതന ധർമ്മം ക്ഷേത്രങ്ങളിൽ മാത്രമുള്ളതല്ലേ ഗുരുവേ? ഗുരു വീണ്ടും പുഞ്ചിരിച്ചു. മറയാനായ സൂര്യനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മകനെ, ക്ഷേത്രം അതിന്റെ ഒരു കവാടം മാത്രമാണ്. ഒരു അമ്മ കുഞ്ഞിനെ സ്നേഹിക്കുന്നിടത്തും, ഒരു മനുഷ്യൻ സത്യം പറയുന്നിടത്തും, ഒരു ജീവിയെ രക്ഷിക്കുന്നിടത്തും, ഞാൻ ഒരു ആത്മാവ് മാത്രമല്ല, ഞാൻ തന്നെയാണ് ആ ബ്രഹ്മം എന്ന് തിരിച്ചറിയുന്നിടത്തും സനാതനധർമ്മം ജീവിക്കുന്നു. കാറ്റ് ശക്തമായി വീശി. ഗുരു കണ്ണുകൾ അടച്ചുകൊണ്ട് പറഞ്ഞു, ഈ ഭൂമിയിൽ പല മതങ്ങളും ജനിച്ചു, മാറി മാറി വിഭജിച്ചു. പക്ഷേ സനാതനധർമ്മം ഒരു മതത്തിന്റെ പേര് മാത്രമല്ല, അത് പ്രപഞ്ചത്തിന്റെ ശ്വാസം പോലെ ഒഴുകുന്ന ഒരു ജ്ഞാനധാരയാണ്. അത് കേട്ടപ്പോൾ ശിഷ്യന്റെ കണ്ണുകൾ നിറഞ്ഞു. ഗുരുദേവ, അങ്ങനെയെങ്കിൽ എന്തിനാണ് മനുഷ്യർ തമ്മിൽ പട നയിക്കുന്നത്? വീണ്ടും നദിയിലേക്ക് ചൂണ്ടിക്കൊണ്ട് ഗുരു പറഞ്ഞു, നദിയിലെ തിരമാലകൾ തമ്മിൽ ഇടിക്കും, നീ കണ്ടിട്ടില്ലേ പുത്ര? പക്ഷെ അവ എല്ലാം ഒരേ ജലം തന്നെയല്ലേ? മനുഷ്യർ പേരുകൾക്കായി യുദ്ധം ചെയ്യുന്നു, പക്ഷെ അവന്റെ ആത്മാവ് ഒന്നാണെന്ന് മറന്നു പോകുന്നു. സൂര്യൻ അസ്തമിക്കാനായി. അസ്തമിച്ച് മറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ ഗുരുവിന്റെ മുഖത്ത് ആ സൂര്യപ്രകാശത്തിന്റെ ചൈതന്യം കൊണ്ടു നിറഞ്ഞു. അദ്ദേഹം വീണ്ടും പറഞ്ഞു, സനാതനധർമ്മം പുസ്തകങ്ങളിൽ മാത്രം അന്വേഷിക്കരുത് നീ പുത്ര. നിന്റെ ശ്വാസത്തിൽ നീ അന്വേഷിക്കൂ, നിന്റെ കരുണയിൽ നീ അന്വേഷിക്കൂ, നിന്റെ സത്യത്തിൽ നീ അന്വേഷിക്കൂ. കാരണം ധർമ്മം പുറത്തല്ല മകനെ, അത് ഉണരേണ്ടത് ഓരോ മനുഷ്യന്റെ ഉള്ളിലാണ്. അത് നശിപ്പിക്കാൻ ഒരു മനുഷ്യനും അവകാശവുമില്ല, അധികാരവുമില്ല, സാധ്യവുമല്ല. തേടി നടക്കേണ്ട ഒന്നല്ല സനാതന ധർമ്മം, അത് നിന്റെ ഉള്ളിൽ തന്നെ ഉണരേണ്ട ധർമ്മമാണ് സനാതനം. അത് മറ്റൊരുത്തിന് നശിപ്പിക്കാൻ എങ്ങനെയാവും നിന്റെ ഉള്ളിലെ ഉണർവിനെ? അതൊരു തെറ്റായ ചിന്തയാണ്, മിഥ്യാബോധമാണ്. സനാതന ധർമ്മം നശിപ്പിക്കാം എന്നുള്ള ബോധം മിഥ്യാബോധമാണ്. അത് ഒരു സമൂഹമല്ല, ഒരു വ്യക്തിയല്ല, ഒരു മതമല്ല. നന്ദി, നമസ്തേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഇത്തരം അറിവുകൾക്കായി ഗംഗാമയുടെ കൂടെ ഒന്ന് കൂടിക്കോളൂ. ഓൾ ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.